ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 157. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 5 അനുഭാഗം 6 സൂക്തം 30 ഇതിൽ ഒരു ആഭിചാര പ്രവർത്തികൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന സത്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആഭിചാര്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആഭിചാരം എന്ന് പറയുന്നത് നമുക്കെതിരായിട്ട് ശത്രുക്കൾ പ്രയോഗിക്കുന്ന പല രീതികളാണ്. നമ്മളെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ശത്രുക്കൾ എപ്പോഴും പ്രവർത്തനം നടത്തും. കാരണം ന്യൂട്ടൻ്റെ തത്വപ്രകാരം എല്ലാവരും ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിലനിൽക്കാനാണ്, എല്ലാ മനുഷ്യരായാലും എല്ലായാലും ഇപ്പോഴുള്ള നിലയിൽ സ്ഥിതി ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്നും കുറച്ച് ഉയരത്തിലേക്ക് പോകണ്ടെങ്കിൽ, ഒരു മാറ്റം വരുത്തണ്ടെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതിനാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അത് തന്നെയാണ് സത്വഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സ്ഥായിയായ അവസ്ഥയിൽ നിലനിൽക്കുക. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ടിക്ക് നമ്മൾ എന്ത് വേണം? രജോ ഗുണം പ്രയോഗിക്കണം. അതായത് കുറച്ച് ബലം പ്രയോഗിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം, അല്ലെങ്കിൽ വേദങ്ങളുടെ തമോ ഗുണപ്രകാരം അതിനെതിരായിട്ടുള്ള ഒരു ഫോഴ്സ് റിയാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ തമോ ഗുണമുണ്ട്. രജോ ഗുണം ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് ദ്വയമായിട്ടാണ് ഒരു തമോ ഗുണമുണ്ട്. അതെപ്പോഴും പഴയതിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അപ്പം ഈ ഒരു ശ്രമത്തെ മറികടന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് കർമ്മങ്ങളുണ്ടെങ്കിലും ആ കർമ്മങ്ങളെ തടുത്തു വെക്കുന്ന, കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വരുത്തുകയാണ്. ഇപ്പം കുറേ കല്ലുണ്ട്, ആ കല്ലിനെ എടുത്തിട്ട് മതിലുമാരി ഇങ്ങനെ അട്ടി വെക്കുകയാണെങ്കിൽ അതൊരു കർമ്മമാണ്. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി അങ്ങനെയല്ല. അങ്ങനെ കല്ല് വെറുതെ ഇട്ടിരിക്കുകയാണ് കല്ല്. പക്ഷേ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു മതിലുമാരി ഇങ്ങനെ അടുക്കി വെക്കണ്ടെങ്കിൽ നമ്മൾ ബലം പ്രയോഗിക്കണം. ആർക്കെതിരായിട്ടാണ് ബലം പ്രയോഗിക്കുന്നത്? അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ബലം പ്രയോഗിച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് പൊന്തിച്ചിട്ട് എടുത്ത് വെക്കേണ്ടി വരുന്നത്. അതുപോലെ നമ്മളെ ജീവിതത്തിൽ എന്ത് കർമ്മം ചെയ്യാൻ പോകുമ്പോഴും അതിനെതിരായിട്ട് സമൂഹത്തിൽ നിന്ന് ചിലവരെ അതിനെ തടുക്കാൻ ശ്രമിക്കും, മുന്നോട്ടേക്ക് പോകണ്ട. പക്ഷേ കുറേ ആൾക്കാർ കാലം തന്നെ ശ്രമിക്കുന്നത് എന്തിനാണ്? ലോകത്തെ പുരോഗതിയിലേക്ക് നയിച്ച് നല്ലൊരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാനാണ്. അതിനു വേണ്ടിയിട്ട് ചിലവരെ ഉപയോഗിച്ച കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കുന്ന, അങ്ങനെയൊന്നും പോണ്ട, പഴയത് തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം കർമ്മം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം എതിർപ്പുകളും ഉണ്ടാകും. അത് നമ്മളെ ജീവിതത്തിലും അത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും എല്ലാം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ ഓഫീസിലെല്ലാവുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ചിലവർക്ക് മുകളിൽ നിന്നുള്ള പ്രഷർ, താഴെ നിന്നുള്ള പ്രഷർ, ഇങ്ങനെയെല്ലാം ആയിട്ട് ഒരു വല്ലാത്ത രോഗത്തിൻ്റെ അവസ്ഥയിൽ പോലും ഉറക്കമില്ലാത്ത അവസ്ഥയെല്ലാമായിട്ട് മാറുന്നുണ്ട്. ഇതിനാണ് ആഭിചാര രോഗങ്ങൾ എന്ന് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ ശത്രുക്കൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ തന്നെ ശ്രമിച്ചെന്നും വരും ചില സമയങ്ങളിൽ. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നാട്ടിൽ നടക്കുന്നുണ്ട്. ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ചില പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്തെല്ലാം ഇടങ്കോലിടാനോ അതിനെല്ലാം ശ്രമിക്കും. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചത് കാലമാണ്. അതുകൊണ്ട് നമ്മളെ കണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്നതും കാലമാണ്. അപ്പം കാലത്തെ ആർക്കും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാലത്തിനൊപ്പമാണ് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യമാണ് ഇവിടെ ഈ സൂക്തത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ആ സൂക്തത്തിലേക്ക് കടക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 5 അനുഭാഗം 6 സൂക്തം 30. ഋഷി ഉന്മോചനൻ, ദേവത മന്ത്രോക്താവ്, ഛന്ദസ് ജഗതി അനുഷ്ടുപ്പ്.
आवतस्त आवतः परावतस्त आवतः इहैव भवदमानुगाम पूर्वाननुगाः पितृनसुं बध्नामि ते दृढं यत् त्वाभिचेतः पुरुषः स्वे यदरणो जनः उन्मोचनप्रमोचने उभे वाचा वदामि ते यदुभूद्रोहित शेपिषे स्त्रियै पुंसे अचित्या उन्मोचनप्रमोचने उभे वाचा वदामि ते यदेन सो मातृकृत्याच्छेषे पितकृताच्छयत् उन्मोचनप्रमोचने उभे वाचा वदामि ते यत् ते माता यत् ते पिता जामर्भ्राता च सर्जतः प्रत्यक्सेवस्व भेषजं जरिदष्टिं कृणोमि त्वा इहैधि पुरुष सर्वेण मनसा सह भूतौ यमस्य मानुगा अधि जीवपुरायिः अनुहूतः पुनरेहि विद्वानुदयनं पथः आरोहणमाक्रमणं जीवतो अयनम मा बिभेर्नमरिष्यसि जरदष्टिं कृणोमि त्वा निरवोचमहं यक्ष्ममङ्गेभ्यो अङ्गज्वरं तव अङ्गभेदो अङ्गज्वरो यश्च ते हृदयामयः यक्ष्मः श्येन इव प्रापप्तद्वाजा साढः परस्तराम ऋषि बोधप्रेतबोधावस्वप्नो यश्च जागृवीः तौ ते प्राणस्य गोप्तारदिवा नक्तं च जागृताम अयमग्निरूपः सद्य इह सूर्य उदेतु ते उदहि मृत्योर्गम्भीराद कृष्णाच्चित् तमसस्तरी नमो यमाय नमो अस्तु मृत्यवे नमः पितृभ्य उदये नयन्ति उत्पारणस्य यो वेद तमग्निं पुरो दधे स्म अरिष्टतातये ऐतु प्राण ऐतु मन चक्षुरथो बलम शरीरमस्य संविदां तद्पदभयां प्रतितिष्ठतु प्राणेनाग्ने चक्षुषा संसृजेमं समीरय तन्वा बलेन वेदामृतस्य मानुगान्मानु भूमिगृहो भुवत् माते प्रण उपदसन्मो अपानोऽपि धायिते सूर्यस्त्वाधिपतिमृत्युरुदायच्छतु रश्मिभिः इमन्दर्वदति जिह्वाबद्धा पनिष्पदा त्वया यक्ष्मं निरवोजं शतं रोपिश्च तक्मनः अयं लोकः प्रियतमो देवानामपराजितः यस्मै त्वमिह मृत्यये दृष्टः पुरुषजज्ञिषे स च त्वप्नापानु तुह हयामसि मा पुरा जरसो मृधाः. ഭാവാർത്ഥം, അടുത്തു നിന്നും അകലെ നിന്നുമായിട്ട് പ്രാണനിലൂടെ നിന്നെ ഞാൻ ബന്ധിക്കുന്നു. പിതൃക്കളുടെ വഴിയെ പോകാതെ നീ ഇവിടെ വസിക്കണം. അവരുടെ കടം വീട്ടേണ്ടതുണ്ട്. അവരുടെ കടം വീട്ടാത്തവരാണ് നിന്റെ മേൽ ആഭിചാരം ചൊരിയുന്നത്. അതിൽ നിന്നും രക്ഷ നേടുവാനുള്ള മന്ത്രശക്തി ഞാൻ നിനക്ക് നൽകുകയാണ്. സ്ത്രീ പുരുഷന്മാരുടെ ശാപവാക്കുകളിൽ നിന്ന് പോലും നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരും. മാതാപിതാക്കളുടെ പാപം മൂലം ആണെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴികൾ ഞാൻ
കാണിച്ചു തരും. നിന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ പ്രയോഗിച്ച മന്ത്ര ഔഷധവിധികളെ നീയും പരിപാലിക്കുക. നീ യമാനുകൂലികളുടെ പിന്നാലെ പോകാതെ സ്വന്തം ആളുകളോടൊപ്പം വൃദ്ധാവസ്ഥ വരെ കഴിയുക. ഉദയത്തിൻ്റെ ധർമ്മം അറിയാവുന്ന നീ നിന്റെ കർമ്മത്തിലൂടെ ഇവിടെ എത്തിയിരിക്കുന്നു. എല്ലാ ദിക്കുകളെയും കടന്നുകൊണ്ട് നീ ജീവിക്കുക. നീ രോഗിയാണെങ്കിൽ പോലും വൃദ്ധാവസ്ഥ വരെ ജീവിക്കുവാനുള്ള ആയുസ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിന്റെ ശരീരത്തിലെ യക്ഷ്മാഭിരോഗങ്ങൾ മനസ്സ് ദൃഢവും പ്രവർത്തന നിരതവുമാക്കുന്ന പ്രാണനെ രക്ഷിക്കുന്ന ഋഷിയായിട്ട് ഞാൻ മാറുന്നു. പ്രാണൻ രാപ്പകൽ ഉണർന്നിരിക്കുകയാണ്. അഗ്നി നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. സൂര്യൻ നിനക്കായിട്ട് ഉദിക്കുന്നു. അതിലൂടെ ഇരുട്ട് നിറഞ്ഞ മരണത്തെ മറികടക്കുക. അതിനായിട്ട് മൃത്യുവിനെയും പിതൃക്കളെയും കൊണ്ടുപോകുന്ന യമനെയും പ്രണമിക്കുക. എല്ലാം അറിയുന്ന അഗ്നി നിന്നെ നയിക്കും. പ്രാണനും മനസ്സും നേത്രങ്ങളും അവനെ പിന്തുടരും. ഇവൻ്റെ ജീവനെ മന്ത്രശക്തിയാൽ ഞാൻ നിലനിർത്തുന്നു. നീ നിന്റെ പാദത്തിൽ ഉറച്ചു നിൽക്കുക. അഗ്നി പ്രാണനാലും ചക്ഷുസിനാലും നിന്നെ നിലനിർത്തുന്ന അമൃതത്വത്താൽ നിന്റെ ശരീരത്തിൽ ശക്തി നിറയട്ടെ. ഇവൻ ലോകത്തിൽ നിന്നും മറയാതിരിക്കണേ, ശ്മശാനത്തിലെത്താതിരിക്കണേ. രോഗിയുടെ പ്രാണന് ക്ഷതമേൽക്കാതിരിക്കണേ. സൂര്യൻ നിന്നെ മരണക്കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കട്ടെ. നിന്നിലെ യക്ഷ്മ ജ്വരം മുതലായ ശാന്തമാകട്ടെ. ദേവതകൾക്ക് മൃത്യുലോകം പ്രിയപ്പെട്ടതാണ്. നീയും മൃത്യുവിന് വേണ്ടിയിട്ട് ജനിച്ചിരിക്കുന്നു. എന്നാൽ വൃദ്ധാവസ്ഥയ്ക്ക് മുൻപ് അത് പിടിപെടാതിരിക്കട്ടെ. അതായത് അടുത്തു നിന്നും അകലെ നിന്നുമായി പ്രാണനിലൂടെ നിന്നെ ഞാൻ ബന്ധിക്കുന്നു. അടുത്തു നിന്നും അകന്നു നിന്നും ആ ശക്തി വിശേഷം പ്രാണൻ നൽകിയിട്ടാണ് നമ്മളെ കർമ്മത്തിലേക്ക് ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. പ്രാണൻ നൽകുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മളെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ പ്രാണൻ കിട്ടി ആവുമ്പോൾ നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് പ്രാണനിലൂടെ. ഏത് ആ ശക്തി വിശേഷം സൃഷ്ടിക്കുന്ന ശക്തി കാലം. നമ്മളെന്തിനാണ് സൃഷ്ടിക്കുന്നത്? അത് അടുത്തേക്ക് പറയുന്നു. നീ പിതൃക്കളുടെ വഴിയെ പോകാതെ നീ ഇവിടെ തന്നെ വസിക്കണം. പിതൃക്കളെല്ലാം പോയി, മരിച്ചിട്ടങ്ങ് പോയി. നീ എന്ത് ചെയ്യരുത്? അവരുടെ വഴിയിൽ അങ്ങ് മരിച്ചൊന്നും പോകരുത്. നീ ഇവിടെ വസിക്കണം. നിന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ലോകവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പ്രാണൻ തന്നിട്ട് അവരുടെ കടം വീട്ടേണ്ടതുണ്ട്. അവരുടെ കടം. അപ്പം പിതൃക്കള് അവരുടെ ജോലി ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയി. ഇനി ആ നമ്മളെയും സൃഷ്ടിക്കുകയും ചെയ്തു. പിതൃക്കള് കുറേ കർമ്മങ്ങൾ അവർ ചെയ്തു. ബാക്കി നമുക്ക് ചെയ്യാനായിക്കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിട്ട് അത് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ തലമുറ ഇവിടെ റോഡുകൾ വെട്ടിയെങ്കിൽ ഈ തലമുറ എന്ത് ചെയ്യുന്നുണ്ട്? ആ റോഡുകളിലൂടെ പുതിയ പുതിയ വാഹനങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് ഓടിക്കുന്നുണ്ട്. ആ റോഡുകളെ നന്നാക്കി എടുക്കുന്നുണ്ട്, മോഡേണൈസ് ചെയ്യുന്നുണ്ട്, പുതിയ തരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്. പുതിയ തരത്തിലുള്ള അവർ ഒരു വാഹനം നിർമ്മിച്ചിട്ടുണ്ട്, അതിനെ മോഡിഫൈ ചെയ്തിട്ട് പുതിയ ഹൈ സ്പീഡിലുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം അവരൊരു കർമ്മം ചെയ്ത് വെച്ചിട്ട് പോയെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? കാലം പുരോഗമിക്കുന്നതനുസരിച്ച് അവർ ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ ചെയ്തുകൊണ്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. അങ്ങനെയാണ് ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് കൊളോണിയലിസത്തിലേക്കും എല്ലാം നമ്മളിങ്ങനെ പടിപടിയായിട്ട് ലോകം പുരോഗതിയിലേക്ക് പോയത്. പൂർവികർ ചെയ്ത് വെച്ചതിനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കടം നമ്മൾ വീട്ടേണ്ടതുണ്ട്. അവർ നമുക്ക് ജന്മം നൽകിയതിനാണ്. അവർ ചെയ്തു വെച്ച നടപ്പാക്കിയ കാര്യങ്ങൾ, ലോകത്തിന് നടപ്പാക്കിയ പുരോഗതികൾ നമ്മൾ ഏറ്റെടുത്തിട്ട് അതിനതിലും ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് കാലത്തെ നയിക്കണം. അവരൊരു കാളവണ്ടി കണ്ടുപിടിച്ചെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറ യന്ത്രം ഉപയോഗിച്ച് ഓടുന്ന വണ്ടികൾ എല്ലാം ഉപയോഗിച്ചു. ആദ്യം ആവി എഞ്ചിനായിരുന്നു, പിന്നെ വന്നപ്പോൾ ഇപ്പം ഡീസലും മറ്റേ എല്ലായിട്ട് പോയി. അപ്പോൾ ഓരോ തലമുറകൾക്ക് കൈമാറി കൊടുക്കും. അവർ അതിന് മോഡേണൈസ് ചെയ്തുകൊണ്ടാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കടം വീട്ടേണ്ടതുണ്ട്. രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മളെ ജനിപ്പിച്ചിട്ട് അവരെ ജനിതക ഘടനയാണ് നമുക്ക് കൈമാറിയിരിക്കുന്നത്, അവരിലുള്ളതാണ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. ഇത് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്.
കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കടം വീട്ടേണ്ടതുണ്ട്. അവരവരുടെ കടം വീട്ടാത്തവരാണ് നിന്റെ മേൽ ആഭിചാരം ചൊരിയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുവാൻ. എന്നാൽ ചിലവർ ആഭിചാരം ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അവരവരുടെ കർമ്മം ചെയ്യില്ല. ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയാണ് സൃഷ്ടി നടത്തിയെങ്കിലും അവരെന്ത് ചെയ്യും? അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ഈ സത്വഗുണവും പിടിച്ചുകൂടെ നിന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. പണ്ടെന്തുണ്ടായിരുന്നു അത് തന്നെ ഇപ്പം മതി. ഒരു പുരോഗതിയും വേണ്ട, ഒരു അന്ധവിശ്വാസങ്ങളെയും മാറ്റണ്ട. ആ അന്ധവിശ്വാസത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന ശൈലിയിലേക്ക് ചില നിൽക്കുന്നവരാണ് ആഭിചാരം ചൊരിയുന്നത്, നമുക്കെതിരായിട്ട് തിരിയുന്നത്. എപ്പോഴും വേദം നല്ല ആൾക്കാർ ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കാലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുക. അപ്പം അങ്ങനെയുള്ളവർ കർമ്മം ചെയ്യുമ്പോൾ അതിനെ തുരങ്കം വെക്കാനുള്ള എന്തെല്ലാം പരിപാടികൾ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കണം. അജ്ഞതയെല്ലാം അവസാനിപ്പിച്ചിട്ട് ജ്ഞാനം നേടിക്കൊണ്ട് പുരോഗതിയിലേക്ക് പോകുമ്പം ചിലവരെന്ത് പറയും? ഒരു ജ്ഞാനവും വേണ്ട, പഴയുള്ള തന്നെ മതി, നമ്മൾ എന്തെല്ലാം പഴയത് പിന്തുടർന്നിട്ടുണ്ടോ അത് അതിൽ തന്നെ നിന്നാൽ മതി, പുരോഗതിയിലേക്കൊന്നും പോകണ്ട. അവരെന്ത് ചെയ്യും? എല്ലാ എതിർപ്പുകളും ആഭിചാരങ്ങളും പ്രവർത്തിക്കും. അവൻ്റെ പോക്കിനെ നശിപ്പിക്കുവാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അപ്പോൾ അവരവരുടെ കടം വീട്ടാൻ അറിയാത്തവരാണ് ആഭിചാരം ചെയ്ത് നടക്കുന്നത്. എല്ലാവരെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? കാലം മുന്നോട്ടേക്കാണ് പോകുന്നത്. ലോകം പുരോഗതിയിലൂടെ നല്ലൊരു സുന്ദരമായ ലോകത്തിലേക്ക്. കാലത്തിൻ്റെ ലക്ഷ്യം ഒരു വസുതയെ, ലോകം മുഴുവൻ ഒരു കുടുംബമാക്കി മാറ്റുക. അതിലേക്കുള്ള കാലം പ്രവർത്തിക്കുമ്പോൾ ചിലവർ അതിനെ നിൽക്കാതെ കാലത്തെ പിന്നോട്ടേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കും. പഴയതിൽ തന്നെ പിടിച്ചു നിൽക്കുക. അവരവരുടെ കർമ്മം ചെയ്യുന്നില്ല, അവർ അതിന് പകരം എന്ത് ചെയ്യുന്നത്? ആഭിചാരം ചൊല്ലുന്നത്. ഇങ്ങനെ ശ്രമിക്കുന്നവരെ അതിൽ നിന്നും രക്ഷ നേടാനുള്ള വഴി മന്ത്രശക്തി ഞാൻ നിനക്ക് നൽകുകയാണ്. അതിനുള്ള രക്ഷ നേടാനുള്ള മന്ത്രശക്തി അതാണ് ഞാൻ ഈ സൂക്തത്തിലൂടെ പറഞ്ഞു തരുന്നതെന്ന് അഥർവവേദം പറയുകയാണ്. ആ വേദമന്ത്രങ്ങൾ ഈ മന്ത്രങ്ങളിൽ പറഞ്ഞു തരികയാണ് നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന്. അപ്പം നീ എന്തെങ്കിലും ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പുരോഗതിയിലേക്ക് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ധകാരങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ട് നല്ലൊരു യുഗത്തിലേക്ക് ലോകത്തെ മനുഷ്യനെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന ആഭിചാരങ്ങളെ മറികടക്കാനുള്ള വഴി ഞാൻ നിനക്കിതിലൂടെ പറഞ്ഞു തരികയാണ്, ഈ വേദമന്ത്രങ്ങളിലൂടെ. സ്ത്രീ പുരുഷന്മാരുടെ ശാപവാക്കുകളിൽ നിന്ന് പോലും നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരും. സ്ത്രീ പുരുഷന്മാരുടെ അതിലെ സ്ത്രീ പുരുഷൻ എന്നീ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരിൽ നിന്നും നിനക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും. പിന്നെന്ത് പറയുന്നു? മാതാപിതാക്കളുടെ പാപം മൂലമാണെങ്കിൽ പോലും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരും. മാതാപിതാക്കളുടെ പാപം മൂലം അവരും നിനക്ക് ചിലപ്പോഴും തടസ്സം നിന്നെന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മൾ ലോക പുരോഗതിക്കെല്ലാം ഒരു കുട്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ലോകത്തിലുള്ള എന്തെങ്കിലും തെറ്റെല്ലാം കാണുമ്പോൾ അതിനെ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയും പറയുന്ന ഒരു കാര്യമായി, നീ അതിലൊന്നും തലയിടണ്ട കേട്ടോ, അത് മറ്റുള്ളവർ നോക്കിക്കോട്ടെ, നീ അതിനൊന്നും ഇറങ്ങണ്ട എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവരുടെ ചെറുപ്പത്തിലും ഇതേ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ യുവത്വമുള്ള കാലഘട്ടത്തിൽ അവർക്കിങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷിയെല്ലാം കാണും. പ്രതികരിച്ചിട്ട് കിട്ടേണ്ടതല്ല ഈ എതിർവിഭാഗം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആഭിചാരം, അതെല്ലാം കൊണ്ട് അവർ അനുഭവിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും പറയുന്നത് എന്ത് മകനോട്, നീനൊന്നും ഇറങ്ങണ്ട കേട്ടോ എന്ന്. കാരണം അവർക്കറിയാം എന്തെല്ലാണ് നേരിടാൻ പോകുന്നത്. പക്ഷേ അവനും എന്ത് ചെയ്യും? അവനിത് കേൾക്കുകയല്ലാതെ അവനും അവൻ്റെ വഴിക്ക് തന്നെയാണ് പോവുക. പിന്തിരിപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല. അപ്പോൾ മാതാപിതാക്കളുടെ പാപം മൂലമാണെങ്കിൽ പോലും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും ഞാൻ കാണിച്ചു തരും. നിനക്ക് നിൻ്റെ വഴി ഞാൻ കാണിച്ചു തരും. അതായത് മാതാപിതാക്കളോ ആര് എന്ത് തന്നെ തടസ്സം നിന്നാലും ഒരു കുട്ടിയെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, അവൻ്റെ വഴി നിശ്ചയിച്ചു കൊടുക്കുന്നത്, ആ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി നിശ്ചയിക്കുന്നത് ആരാണ്? കാലമാണ്. അല്ലെങ്കിൽ ഈ വേദമന്ത്രങ്ങളിലൂടെ അതാണ് പറയുന്നത്.
നിന്റെ മാതാപിതാക്കളെ സഹോദരങ്ങളോ പ്രയോഗിച്ച മന്ത്ര ഔഷധ വിധികളെ നീയും പരിപാലിക്കുക. നീ ചെയ്യേണ്ട എന്താണ്? നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഇതേപോലെ തന്നെ ചെറുപ്പത്തിൽ അവർക്ക് ഇതേ പ്രതിബന്ധങ്ങളെല്ലാം എതിർപ്പുകളെല്ലാം നേരിട്ടിട്ടുണ്ടാവും. അതെല്ലാം നീ പ്രയോഗിക്കണം. മന്ത്ര ഔഷധ വിധികളെ നീ പരിപാലിക്കുക. അവരും വേദമന്ത്രങ്ങളിൽ അല്ലെങ്കിൽ അവരും അതിൻ്റേതായ വഴികൾ അവരും സ്വീകരിച്ചിട്ടുണ്ടാവും. കാരണം ഈ ചെറുപ്പകാലത്താണ് എല്ലാ ആവേശമെല്ലാം വരുമ്പോൾ. ഒരു പ്രായമാകുമ്പോൾ പിന്നെ എല്ലാം ഒരു ശാന്തത വരും. പിന്നെ സന്യാസമാണല്ലോ. അപ്പോഴാണ് മക്കളോട് ഉപദേശിക്കുന്നത്, നീ ഇന്നൊന്നും പോണ്ട കേട്ട എന്നല്ല. പക്ഷെ അവരും പ്രയോഗിച്ച വഴികളുണ്ടാവും. ഇത്തരം തന്ത്രങ്ങളിൽ നിന്ന് പൂർവികരിലും ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരും ഇതേ പ്രതിബന്ധങ്ങളെല്ലാം നേരിട്ടിട്ടുണ്ടാവും. പക്ഷെ അവർ അതിനെ മറികടന്ന വഴികളെല്ലാം വേദങ്ങളിൽ തന്നെ വിവരിച്ചു വരികയാണ്. ഈ മന്ത്രങ്ങളിലൂടെയാണ് പറയുന്നത്. അത് അവസാനം വ്യക്തമായി പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പം അവരുടെ വഴികളും മന്ത്രവഴികളും നിങ്ങൾ സ്വീകരിക്കുക. മന്ത്രത്തിൽ പറയുന്ന വഴികളും നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ എന്ത് വേണം? ഔഷധങ്ങളും മേടിക്കുക. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസികപരമായിട്ട് തന്നെ വലിയ പ്രയാസങ്ങളുണ്ടാകും. ഉറക്കമില്ലായ്മ വരും, അങ്ങനെയെല്ലാം വരും. അപ്പോൾ അവരും അതിനുള്ള ചെറിയ മരുന്നെല്ലാം ഉണ്ടല്ലോ. അപ്പം തലവേദനക്കാണെങ്കിൽ തലവേദനേൻ്റെ മരുന്നുണ്ട്, ഉറക്കമില്ലാത്തതിനാണെങ്കിൽ അതിൻ്റെ ഗുണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ മരുന്നുകളും എല്ലാം നീ ഉപയോഗിക്കണം ഇത്തരം ഘട്ടങ്ങളിൽ. ചിലപ്പം കാരണം വേദത്തിലെ ആഭിചാരത്തിലൂടെയാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. അതിനെ നേരിടാൻ കഴിയാത്ത അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ രോഗി പോലും ആയിപ്പോകും. അപ്പം അതുകൊണ്ട് ആ വഴികളും നീ പിന്തുടരണം. മാതാപിതാക്കളുടെ പാപം മൂലമുണ്ടാകുന്ന പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്തിനാണ്? അവർക്ക് പ്രയോഗിച്ച വഴികളും നീ ഉപയോഗിക്കണം. കാരണം അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ഉപദേശിക്കുന്നത്. നീനൊന്നും പോട്ടാണ്. കാരണം ഇവരും ഭാവിയിൽ ഇതെല്ലാം നേരിടേണ്ടി വരും. പക്ഷേ ആ വഴികളും സ്വീകരിക്കണം. നീ യമാനുകൂലികളുടെ പിന്നാലെ പോകാതെ. യമാനുകൂലികൾ എന്ന് പറഞ്ഞാൽ നാശത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ പിന്നാലെ പോകാതെ. അപ്പോൾ സമൂഹത്തിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് കാലത്തിനെതിരായി ഇന്നത്തെ വലിയ അവസ്ഥയിൽ നിന്നാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗവും, മറ്റേത് നീ അവരുടെ പിന്നാലെ പോകാതെ നീ സ്വന്തം ആളുകളോടൊപ്പം വൃദ്ധാവസ്ഥ വരെ കഴിയുക. സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞാൽ നിൻ്റെ ആശയം വെച്ച് പുലർത്തുന്നവരുമായിട്ട് നീ പോകണം. അവരുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് നീ പോകണം. നീ ഒറ്റക്ക് പോയാൽ ശരിപ്പെടില്ല. അതുകൊണ്ട് വേണം നിൻ്റെ ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരോടൊപ്പം നീ പോകണം. എത്ര വരെ? വൃദ്ധാവസ്ഥ വരെ. എത്ര വരെയാണോ പോകേണ്ടത് അതുവരെ നീ മുന്നോട്ടേക്ക് പോകണം. ഉദയത്തിൻ്റെ ധർമ്മം അറിയുന്ന നീ. എന്തിനാണ് സൂര്യൻ ഉദിക്കുന്നത്? ഓരോ ദിവസവും ഉദിക്കുന്നതിനാണ് പുതിയ കർമ്മങ്ങൾ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ധർമ്മം നീ മനസ്സിലാക്കണം. ഓരോ ദിവസവും ഉദിക്കുന്നത് ലോകത്തെ പുതിയ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തെ മുന്നോട്ടേക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ ലോകം പുരോഗമിക്കുകയാണ്. ധർമ്മം അറിയാവുന്ന നീ നിന്റെ കർമ്മത്തിലൂടെ ഇവിടെ എത്തിയിരിക്കുന്നു. നീ ഇവിടെ എത്തിയിരിക്കുന്നത് നിന്റെ കർമ്മത്തിലൂടെയാണ്. നിന്നെ ജനിപ്പിച്ചത് കർമ്മം ചെയ്യാനാണ്. ഓരോ ദിവസവും ഉദിക്കുമ്പോഴും നിനക്ക് ഓരോ തരം കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാണ് നീ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ ദിക്കുകളെയും കടന്ന് നീ ജീവിക്കുക. നീ അങ്ങനെ എല്ലാ ദിക്കിലും കടന്നുകൊണ്ട് നീ മുന്നോട്ടേക്ക് പോകണം. നീ പഴയതിൽ പിടിച്ച് ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ ഉറങ്ങിക്കിടന്നുകൊണ്ട് നിൽക്കരുത്. സത്വഗുണത്തിൽ നിൽക്കരുത്. നീ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം നിൽക്കരുത്. സെക്കൻഡ് ലോ പ്രകാരം അല്ലെങ്കിൽ രജോ ഗുണം ഉപയോഗിച്ചുകൊണ്ട് നീ മുന്നോട്ടേക്ക് കുതിക്കണം. ഈ എല്ലാ ദിക്കുകളിലേക്കും നീ കടക്കണം. നീ എല്ലാ ഫീൽഡിലും ഇറങ്ങിത്തിരിക്കണം എന്നർത്ഥം. നീ രോഗിയാണെങ്കിൽ പോലും വൃദ്ധാവസ്ഥ വരെ ജീവിക്കുവാനുള്ള ആയുസ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിനക്ക് രോഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിനക്കൊരു യുദ്ധം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നിന്നെ ജനിപ്പിച്ചത് കർമ്മം ചെയ്യാനാണ്. കർമ്മം തീരുന്നവരെ നിന്നെ മരിക്കാൻ സമ്മതിക്കില്ല. എന്ത് രോഗം വന്നു കഴിഞ്ഞാലും രോഗം വന്ന് മരിച്ചു പോയാൽ പിന്നെ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? അപ്പോൾ അതിനാ കാലം സൃഷ്ടിച്ച ശക്തി അതിനെ സമ്മതിക്കില്ല. നീ മരിക്കാൻ പോകുന്നില്ല. നിന്നെ മരിക്കുന്നത് മരിക്കേണ്ട സമയത്ത് പുഴയെ മരിക്കുള്ളൂ. ഇതെല്ലാണ് വേദമന്ത്രങ്ങളിലൂടെ പറഞ്ഞു തരുന്ന തത്വം. നീ മരിക്കാനൊന്നും പോകുന്നില്ല. നിന്റെ ജോലി തീർത്തിട്ടേ നിനക്ക് മരിക്കാൻ കാലം സമ്മതിക്കുകയുള്ളൂ. പകുതിക്ക് മരിക്കുന്നുണ്ട് നിനക്ക് അത്രേ കർമ്മമുള്ളൂ എന്ന് ധരിച്ചാൽ മതി. അതുവരെ നീ ജീവിക്കാനും പോകുന്നുള്ളൂ. അതുകൊണ്ട് നീ രോഗിയാണെങ്കിൽ പോലും എന്ത് രോഗം പിടിച്ചാലും
നിന്റെ കർമ്മം ഒരു 100 വയസ്സ് വരെ ചെയ്യാനുണ്ടെങ്കിൽ നീ ഭരിക്കാൻ പോകുന്നില്ല. ജീവനോടെ ജീവിക്കുവാനുള്ള ആയുസ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, അത് ഞാൻ ഉറപ്പിച്ചു തരികയാണ് എന്ന് പറയാണ്. എനിക്ക് എത്ര ആയുസ് വരെ ജീവിക്കാനാണുള്ള യോഗമാണെന്നുള്ളെങ്കിൽ അതുവരെ നീ ജീവിക്കും. കാരണം അതുവരെയുള്ള കർമ്മം നീ ചെയ്തേ പറ്റൂ, എന്നിട്ടേ നിനക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് രോഗം വന്നാൽ പോലും നീ ഭയക്കേണ്ടത്, അതായത് രോഗം വന്നാലും ഭയക്കേണ്ടെന്നാണ് എന്ന് പറയുന്നത്. നിന്റെ ശരീരത്തിലെ യഷ്മാതി രോഗങ്ങൾ മാറിപ്പോകുക, അതെല്ലാം മാറിപ്പോകും. നിനക്ക് ക്ഷയം പോലും പിടിച്ചാലും ആ രോഗമെല്ലാം മാറിപ്പോകും. കാരണം നിനക്ക് എത്ര കർമ്മം ചെയ്യാനുണ്ട് അതുവരെ നീ ജീവിക്കാൻ. മനസ്സ് ദൃഢവും പ്രവർത്തന നിരതവുമാക്കുന്ന പ്രാണനെ രക്ഷിക്കുന്ന ഋഷിയായി ഞാൻ മാറുന്നു. അപ്പോൾ ഋഷികൾ വേദങ്ങളിലൂടെ അവരും ഇതേ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഒരു സൗകര്യമില്ലാതിരുന്നു കൊണ്ടാണ് അവർ ഈ സൂക്തങ്ങൾ മുഴുവൻ, ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ എഴുതി തന്നിരിക്കുന്നത് നമുക്ക്. അപ്പം അവരുടെ അവസ്ഥയിലേക്ക് നിന്റെ മനസ്സിനെയും ശരീരത്തെയും ഞാൻ അവരെപ്പോലെയാക്കുമെന്ന് പറയുകയാണ്. അതായത് നമ്മുടെ മനസ്സിനെ ദൃഢമാക്കും. നമുക്ക് എത്ര കർമ്മമുണ്ട് അതുവരെ നമുക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം. പ്രാണൻ രാപ്പകൽ ഉണർന്നിരിക്കുകയാണ്. ഈ പ്രാണൻ രാവും പകലും ഉണർന്നിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിലും രാത്രി പ്രാണൻ എണീറ്റിരിക്കുന്നുണ്ട്, ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട്. ആ പ്രാണൻ ആ ശക്തിയാണ് തന്നിരിക്കുന്നത്, അത് ഉണർന്നിരിക്കുന്നുണ്ട്. അഗ്നി നിൻ്റെ അടുത്ത് തന്നെയുണ്ട്, നിൻ്റെ അടുത്ത് തന്നെ അഗ്നിയുണ്ട്, ഊർജമുണ്ട്. ശരീരത്തിൻ്റെ ചൂടെല്ലാം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ശക്തി. ഉറക്കത്ത് പോലും എന്തെങ്കിലും കടിക്കുകയാണെങ്കിൽ അറിയാതെ നമ്മൾ മാന്തി അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഊർജം. ആ ഊർജം അതിൻ്റെ അകത്തുണ്ട്. സൂര്യൻ നിനക്കായി ഉദിക്കുന്നു. സൂര്യൻ ദിവസവും ഉദിക്കുന്ന നിനക്ക് വേണ്ടിയാണ്. നിന്നെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് സൂര്യനാണ്. അതെല്ലാം പിന്നീട് നമുക്ക് കാണാം, നാടികളിലൂടെയല്ല. അപ്പം സൂര്യൻ ഉദിക്കുന്നത് നിന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാണ്. സൂര്യൻ ഉദിക്കുന്നതനുസരിച്ച് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. അതിലൂടെ ഇരുട്ട് നിറഞ്ഞ മരണത്തെ മറികടക്കുക. അതിലൂടെ എന്ത് ചെയ്യണം? നീ മരണത്തെ മറികടക്കും. നീ മരിക്കാനൊന്നും പോകുന്നില്ല. അതിനായി മൃത്യുവിനെയും പിതൃക്കളെയും യമനെയും പ്രണമിക്കുക. അവരൊന്നും നിന്നെ മൃത്യു ഒന്നും നിന്നെ സ്പർശിക്കില്ല, അതുകൊണ്ട് അവരെ പ്രണമിച്ചോളൂ. നിന്റെ കർമ്മം തീരുന്നവരെ മൃത്യു ഒന്നും നിന്റെ അടുത്ത് വരില്ല. ആര് കൊല്ലാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല. പിതൃക്കളെയാണ് നിന്നെ സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന പിതൃക്കളാണ്. ഇതിനു വേണ്ടിയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ച് വിട്ട് അവർ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ. യമനെ നിന്നെ കൊണ്ടുപോകുന്ന യമനൊന്നും നിന്റെ അടുത്ത് വരാൻ പോകുന്നില്ല അതുവരെ. അതുകൊണ്ട് അവരെ പ്രണമിച്ചോളൂ. അവരൊന്നും ശത്രുക്കളൊന്നും അല്ല, അവരുടെ സമയത്തുമ്പോഴേ വരുള്ളൂ, അല്ലാതെ അതിലിടക്കൊന്നും അവർക്ക് ഇരി വരില്ല. അതുകൊണ്ട് അവരെ പ്രണമിച്ചോളൂ. എല്ലാം അറിയുന്ന അഗ്നി നിന്നെ നയിക്കും. നിന്നെ നയിക്കുന്ന അഗ്നിയാണ്, ഊർജ്ജമാണ്. അതാണ് നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. പ്രാണനും മനസ്സും നേത്രങ്ങളും അവനെ പിന്തുടരും. പ്രാണൻ അഗ്നിയെ പിന്തുടരുന്നു. മനസ്സും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക. നേത്രങ്ങളും നമുക്ക് കാണേണ്ടത് ഓരോന്ന് കാണേണ്ടത് കണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ടേക്ക് പോകും. ഇവൻ്റെ ജീവനെ മന്ത്രശക്തിയാൽ ഞാൻ നിലനിർത്തുന്നു. അതായത് ഇവൻ്റെ ജീവൻ മന്ത്രശക്തിയാണെന്ന് പറഞ്ഞാൽ ഈ വേദമന്ത്രങ്ങൾ പറയുന്ന തത്വം. സൂര്യനാണ് നമ്മളെ പ്രാണനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. നീ നിൻ്റെ പാദത്തിൽ ഉറച്ചു നിൽക്കുക. നീ നിൻ്റെ കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് നീ മറ്റുള്ളവരിൽ നിന്ന് ആശ്രയിക്കേണ്ട ഒന്നും വേണ്ട. നിൻ്റെ കർമ്മം ചെയ്യാൻ നിൻ്റെ കാലിന്മേൽ നിന്നുകൊണ്ട് നീ കർമ്മം ചെയ്യുക. അഗ്നി പ്രാണനാലും ചക്ഷുസിനാലും നിന്നെ നിലനിർത്തുന്നു. അമൃതത്വത്താൽ നിൻ്റെ ശരീരത്തിൽ ശക്തി നിറക്കട്ടെ. നിന്നെ അമരന്മാരാക്കും. മരണമൊന്നും നിൻ്റെ അടുത്ത് വരുമൊന്നുമില്ല. നിൻ്റെ കർമ്മം തീരുന്നവരെ നീ അമരൻ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും ഓർക്കുകയും ചെയ്യും. ഇവൻ ലോകത്തിൽ നിന്നും മറയാതിരിക്കണേ. അപ്പം നല്ല ആളുകളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പം പറയുകയാണ് ഇങ്ങനത്തെ ആളുകൾ ലോകത്തിൽ നിന്നും മറയാതിരിക്കണം. അതൊരു ആശംസ വാരി പറയുകയാണ്. ഇങ്ങനത്തെ ആളുകൾ എപ്പോഴും നിലനിൽക്കണേ എന്ന് പറയുകയാണ്. ശ്മശാനത്തിൽ എത്താതിരിക്കണേ, പെട്ടെന്നൊന്നും എത്തിപ്പോകരുതേ. കാരണം കർമ്മം നല്ല ആളാണെങ്കിലും ചിലപ്പോൾ കുറച്ച് കാലം കർമ്മം ചെയ്തിട്ട് അങ്ങ് തിരിച്ചു വിളിക്കും. അവൻ അത്രയും ജോലി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ കുറേ കാലം ജീവിച്ചിരുന്നെങ്കിൽ ഗുണമായിരുന്നു. പക്ഷെ കാലം അതൊന്നും തീരുമാനിക്കും. കർമ്മത്തിന് ഓരോ ആളെ കൊണ്ട് ചെയ്യേണ്ട കർമ്മത്തിനൊരു ഇതുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ഒന്ന് കണ്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത കണ്ടുപിടിക്കാനൊന്നും
ചിലപ്പോൾ സമ്മതിക്കില്ല, അവനെ അങ്ങ് എടുക്കും. എന്നിട്ട് പിന്നെ വേറെ ആളെ കൊണ്ടായിരിക്കും ബാക്കി ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ നല്ല ആൾക്കാർ എന്ത് വേണം? അവസാന കാലം വരെ നിൽക്കുകയാണെങ്കിൽ നല്ലത് എന്ന നിലയിൽ ഇവിടെ പറയുകയാണ്, ഇവൻ ലോകത്തിൽ നിന്ന് മറയാതിരിക്കണേ, ശ്മശാനത്തിൽ എത്താതിരിക്കണേ, യോഗിയുടെ പ്രാണനെ ക്ഷയമേൽക്കാതിരിക്കണേ, അവൻ്റെ പ്രാണനൊന്നും പറ്റാതെ സൂര്യൻ നിന്നെ മരണക്കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കട്ടെ. നീ രോഗം പിടിച്ച് മരിക്കാൻ കിടക്കുകയാണെങ്കിലും കർമ്മം ബാക്കിയുണ്ടെങ്കിൽ സൂര്യൻ എന്ത് ചെയ്യും? പിറ്റേന്ന് എണീപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് ജോലി ചെയ്യും. ഇതൊന്നും അത്രയും വ്യക്തമായി പറയാം. അത്രയും പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മളെ ജീവിതമുള്ളത്. നമ്മളെ ജനിപ്പിക്കാൻ തന്നെ ഇന്ന് ചെയ്യുന്ന കാലത്ത് ഇന്ന് ചെയ്യുന്ന ചെയ്യണം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രോഗം വന്നു കഴിഞ്ഞാൽ മരിക്കാനൊന്നും പോകുന്നില്ല, അത് എത്തിക്കണ്ടെടുത്ത് എത്തിക്കും, കർമ്മം ചെയ്യിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. നിന്നിലെ യഷ്മ ജ്വരം മൂലാവ ശാന്തമാകട്ടെ, അതെല്ലാം ശാന്തമാകും രോഗങ്ങളെല്ലാം. ദേവകൾക്കും മൃത്യുരോഗം പ്രിയപ്പെട്ടതാണ്. ദേവകൾക്ക് പോലും മൃത്യുരോഗം പ്രിയപ്പെട്ടതാണ്. കാരണം മരണം, എല്ലാവർക്കും മരണമുണ്ട്. കാരണം പ്രളയം നടക്കും. ദേവകൾ എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. ഈ കല്ലും മണ്ണും പോലും മരിക്കും, ഹിമാലയം പോലും മരിക്കും. എപ്പോൾ? പ്രളയ സമയത്ത് എല്ലാം കത്തിയെരിഞ്ഞിട്ട് ബ്രഹ്മത്തിൽ പോയിലേക്ക്. അപ്പോൾ അവർക്കെല്ലാം മരണം ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ മരിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമുള്ള അവസ്ഥയാണെന്നാണ് പറയുന്നത്. നീയും മൃത്യുവിന് വേണ്ടി ജനിച്ചിരിക്കുന്നു. നീയും മരിക്കാൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. നീ ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വൃദ്ധാവസ്ഥക്ക് മുൻപ് അത് പിടിപെടാതിരിക്കട്ടെ. എന്നാലും എല്ലാവരും മരിക്കാൻ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷേ വൃദ്ധാവസ്ഥ വരെ നീ ജീവിക്കുവാൻ ഇങ്ങനെയുള്ള നല്ല ആൾക്കാർ, ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ധീരരായ വ്യക്തികൾ വൃദ്ധാവസ്ഥ വരെ ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ആര്? അഥർവ വേദം. ഇവിടെ പറഞ്ഞിട്ട് അർത്ഥം ഇതേ ഉള്ളൂ. ആഭിചാരങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി, ഇനി ആഭിചാരം എങ്ങനെയല്ല പ്രയോഗിക്കാൻ പോകുന്നതെന്ന് അടുത്തതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ തുടങ്ങുന്നത് അടുത്ത സൂത്രത്തിൽ, മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അതിന് പ്രാണനും കൊടുത്തു, അതിനുള്ള ശക്തിയും കൊടുത്തിട്ടുണ്ട്. ഈ ശക്തിയും പ്രാണനും എല്ലാം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ കൂടെ ഉണർന്നിരുന്നിട്ട് നമ്മളെ ജീവിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. രോഗം വന്നാലും അതിൽ നിന്നെല്ലാം സൂര്യനെല്ലാം മരണക്കിടക്കയിൽ നിന്നാണ് വെടിപ്പിച്ച് കൊണ്ടുപോകും. ഇതുവരെ നിൻ്റെ കർമ്മം തീരുന്നവരെ. തീർന്നു കഴിഞ്ഞാൽ നീ മരിച്ചേ പറ്റൂ. മരണം എല്ലാവരും മരിക്കേ പറ്റുള്ളൂ. പക്ഷെ എപ്പോഴെന്ന് പറഞ്ഞാൽ കർമ്മം തീരുമ്പോൾ. അതുകൊണ്ട് വേറെ ആരെന്ത് പ്രതിബന്ധങ്ങൾ കാണിച്ചാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. നീ ജീവിക്കേണ്ട വർഷം വരെ അത് ജീവിച്ച ആരെ എന്തിനു ശ്രമിച്ചു. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗാഠമായിട്ട് ചിന്തിക്കുമ്പോഴേ ഇതിൻ്റെ അർത്ഥം പിടികിട്ടിയുള്ളൂ. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് എല്ലാം നമ്മളെ ഇതിലാക്കുന്നത്. നമ്മളേലൊന്നും അല്ല. നമ്മളെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു. വല്ലവരും ആഭിചാരം ചെയ്ത് കൊല്ലണം എന്നാണ്, നമ്മളെ കൊല്ലണം എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ ആ സമയത്ത് മരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അത്ര വരെ നമുക്ക് കർമ്മം ചെയ്യാനുള്ളൂ. കർമ്മം ചെയ്യാണ്ട് തീരുമ്പോൾ വേറെ വന്നിട്ട് തട്ടുന്നു. അയാൾക്ക് അതിൻ്റെ അത് വേറെ കാര്യമായിട്ട് റോളൊന്നുമില്ല. അതും കാലത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ജോലി തീർന്നു. അപ്പം പിന്നെ മരിക്കുന്നതിന് ഒരു റീസൺ വേണം. അതിനെന്തോ റീസൺ എന്നല്ലാതെ ആഭിചാരങ്ങളെ കൊണ്ട് ഒരു ചുറ്റും ആർക്കും ഒരു ദോഷവും ചെയ്യാല്ല. ആഭിചാരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗൂഢമായി ചെയ്യുന്നതല്ല. നമ്മളെ ശത്രുക്കൾ നമുക്കെതിരായിട്ട് ചെയ്യുന്നു. നമ്മളെന്തെങ്കിലും കർമ്മത്തിനെല്ലാം ഇറങ്ങുമ്പോൾ ശത്രുക്കൾ എന്ന് ചിലപ്പോൾ ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ തട്ടിക്കളയണമെന്ന് പോലും ചിന്തിക്കും. നമ്മളെ പ്രവൃത്തിയുടെ ആ ഒരു തീഷ്ണത അനുസരിച്ച് അവർക്കെന്തെങ്കിലും അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുമ്പോൾ അവർ എല്ലാ വഴികളും ഉപയോഗിക്കും. പക്ഷേ കാലമാണ് നമ്മളെക്കൊണ്ട് ജയിപ്പിക്കുന്നത്, മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മളെ ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം എല്ലാവരും കാലത്തിനടിമപ്പെട്ടാണ്, കാലം തീരുമാനിക്കുന്നവനെ പോലെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ആഭിചാരത്തിനൊന്നും ഒന്നും ആഭിചാരത്തെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട എന്നാണ് പറയുന്നത്.